പിന്നെ പെട്ട വെയിൽസിലോട്ട് 4 hours 30 minutes ആയിരുന്നു ട്രാവൽ ടൈം. നമ്മൾ എത്തിയപ്പോൾ പിന്നെ അവിടെ ഒരു 4 o'clock ആയി, 4 to 5 o'clock ആയി നമ്മൾ എത്തിയപ്പോൾ. പ്ലാൻ ചെയ്തൊക്കെ പ്ലാനിങ് പോലെ അല്ല കാര്യങ്ങൾ വന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ലാൻഡൻഡോയിൽ ഒരു ട്രാമിൽ കയറാനായിരുന്നു ഫസ്റ്റ് പ്ലാൻ. പക്ഷേ ചെന്നപ്പോൾ ക്ലോസിങ് ടൈം ആയി അവിടെ. അപ്പോൾ അവർ ഞങ്ങളോട് ആദ്യം പറഞ്ഞത് ട്രെയിൻ 1 side ഉണ്ടാവുള്ളൂ, റിട്ടേൺ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കാരണം 1 side കയറാൻ തന്നെ 9 to 10 pounds ആണ്, റിട്ടേൺ 12 pounds ആണ്. അപ്പോൾ പോകാൻ പ്ലാനിൽ നേരത്തെ തന്നെ ട്രാമിൽ നേരത്തെ തന്നെ ടിക്കറ്റ് എടുക്കുക, കാരണം റിട്ടേൺ ഉണ്ടാവില്ല. ബട്ട് ഒരു സസ്പെൻസ് അവസാനമുണ്ട്. സസ്പെൻസ് ഒന്നുമില്ല, കാരണം ഞങ്ങളുടെ അടുത്ത് ആദ്യം കയറുമ്പോൾ നേരത്തെ അവർ പറഞ്ഞിരുന്നത് ട്രാം റിട്ടേൺ ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഞങ്ങളുടെ എത്തിയിട്ട് കാഴ്ച ഉണ്ടപ്പോൾ അവിടെ നിന്ന് ബസ്സുണ്ട്, ഓരോ 20 minutes കഴിയുമ്പോൾ ഓരോ ബസ് വരും. അപ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് എത്തിച്ചു, കാരണം നടക്കുകയാണെങ്കിൽ 1 hour നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഭാഗ്യത്തിന് അവിടെ എത്തി. പോകുന്ന വഴിയിൽ നല്ല മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസൊക്കെ ആയിരുന്നു. നമ്മൾ ഹില്ലിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ട്രാം, ചെറിയൊരു ട്രാം ഉണ്ടാകും. നല്ല രസമുണ്ടാകും യാത്രയൊക്കെ. ഭയങ്കര സ്ലോവിലായിട്ട് വരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടൊക്കെ കണ്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഡ്രൈവറോട് പറഞ്ഞ വേറെ ട്രാം ഓപ്പോസിറ്റ് വരുന്നതിന് നമുക്ക് നേരത്തെ തന്നെ കയറുന്നുണ്ടായിരുന്നേ. കാരണം ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ലേറ്റായി. അപ്പോൾ വേറെ ട്രാമിങ് ഈ വഴി വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ട്രാം എടുക്കാൻ പറ്റില്ല. അതിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും. വെയിൽസ് എന്ന് പറയുന്നത് പണ്ടത്തെ ഫുള്ള് സിറ്റീസൊക്കെയാണ്. നല്ല രസം. നമ്മുടെ ഞങ്ങൾക്ക് സ്ഥലത്ത് പോലെ അതില്ല. നല്ല വീടുകളും നല്ല ആൾക്കാരും പച്ചപ്പും ഹരിതാപകരം കണ്ട. ഇപ്പോൾ കണ്ട ട്രാം വന്നത്. ഇപ്പോൾ ഈ ട്രാം ഈ വഴി വന്നത് തന്നെ നമുക്ക് പിന്നെ പോകാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ സിനിമയെ കാണുന്ന പോലെ നമ്മൾ ഡൈവേഷനായിട്ട് അവർ റൈറ്റ് സൈഡിൽ കൂടെ പോയി, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ കവർ ചെയ്ത് പോയി. ഇതാണ് ലാസ്റ്റ് ട്രാം അങ്ങോട്ടുള്ള എന്നാണ് അവർ പറഞ്ഞത് ട്രാമിൻ്റെ ആൾക്കാർ. പക്ഷേ ഞങ്ങളെ പറ്റിച്ചാണെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് തോന്നുന്നു അവർ. കാരണം ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തപ്പോൾ അവിടെ നിന്ന് വേറെ ട്രാമൊക്കെ റിട്ടേൺ പോകണ്ടായിരുന്നു. അവർ പറഞ്ഞത് 6 മണി ഞാൻ റിട്ടേൺ ഉണ്ടാവില്ലായിരുന്നു. കാരണം ഇപ്പോൾ നമുക്ക് കയറിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം പോകണമെന്ന് നമുക്കത് അറിയില്ലായിരുന്നു. പിന്നെ ഈ കാണുന്ന ഒരു ബീച്ചാണ് കേട്ടോ. നമ്മൾ ട്രാമിൽ നിന്നൊക്കെ അറിയാം. നമ്മൾ അങ്ങോട്ട് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. സമാധാനം ഉണ്ടായി അവിടെ പോയപ്പോൾ. ശരിക്കും 2 ട്രാമുണ്ട്. അതായത് നമ്മൾ ഒരു ട്രാം ഓടി നമ്മൾ സ്ഥലത്തെത്തും, ഈ കാണുന്ന സ്ഥലത്തെത്തും. അവിടെ നമ്മൾ ട്രെയിൻ മാറി കയറണ പോലെ മാറി കയറണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ മ്യൂസിയം പോലെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ട്രെയിനിൻ്റെ പണ്ടത്തെ ഹിസ്റ്ററിയും കാര്യം ഇങ്ങനെയൊക്കെയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു. ഹാഫ് വേ സ്റ്റേഷൻ ഇവിടെ എത്തി. നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 10 minutes നമ്മൾ സ്പെൻഡ് ചെയ്ത്. കാരണം നമ്മൾ അതിൻ്റെ ഫോട്ടോഗ്രാഫ്സും പണ്ടത്തെ ട്രെയിൻ എങ്ങനെയാണ് ടിക്കറ്റിങ് കാര്യം ഇങ്ങനെയൊക്കെ ഇടുന്നതിനുള്ള കാര്യങ്ങൾ. ഹിൽസൊക്കെ പോകണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു 2, 3, 4 ദിവസമൊക്കെ വേണം. കുറേ കാര്യങ്ങൾ കാണാനും സ്പെൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്. ടൈം എടുത്ത് പോകണം. നമ്മൾ പിന്നെ ഈ ഷോർട്ട് ടേം ആയതുകൊണ്ട് നമുക്ക് അധികം ടൈം ഉണ്ടായില്ല. അപ്പം നമ്മൾ അവിടുന്ന് ആ ട്രെയിൻ കയറിയിട്ട് വേറെ ട്രെയിനിൽ കയറി. അവിടുന്ന് പുതിയ ഡ്രൈവറായിരുന്നു അവിടുന്ന്. പിന്നെ അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്തൊരു 20 minutes ഉണ്ടാവുള്ളൂ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ ട്രെയിനിൻ്റെ അവസാനം എത്തി. ഞങ്ങൾ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് എത്തി. ബാക്കി വിശേഷമൊക്കെ അടുത്ത വീഡിയോയിൽ.